അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖത്മുൽ ഖുർആന്റെ 42ാമത്തെ ക്ലാസ് ആണ്. ആൽ ഇംറാൻ സൂറത്തിന്റെ അവസാനത്തെ ക്ലാസ്സുമാണ്. 185ാമത്തെ ആയത്ത് മുതൽ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ മറിച്ച് വെക്കുക, അതിലേക്ക് നോക്കുകയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുക. അതുപോലെ തന്നെ മറ്റു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലായിട്ട് അറിയിക്കുകയും ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ് വാട്സപ്പിലൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. كل نفس ذائقة الموت. എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല. ഇതൊക്കെ നമ്മളെപ്പോഴും മരണത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ചെരുപ്പിന്റെ വാറിനോളം എപ്പോഴും സദാസമയവും നമ്മൾ മരിക്കുമെന്നുള്ളതായ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു തആല അവന്റെ യഥാർത്ഥ ഇബാദീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. തൻവീനേഷൻ ദാൽ ഒന്ന് ഇഖ്ഫാ ചെയ്യണം. മദ് മുത്തസിലാണ്. എന്ന് നീട്ടാൻ വന്നു അല്ലേ? ദാലിന് ശേഷം ഒരു അലിഫ് വന്നു, അതിന് ശേഷം ഈ എന്ന ഹംസ വന്നത് അതേ വാക്കിലാണ്. ദാഇഖത്ത് ഒരു വാക്കാണിത്. അപ്പോ ഇത് മദ് മുത്തസിലാണ്. അവിടെ നിർത്തുമ്പോൾ മൗത്ത് ദാഇഖത്തുൽ മൗത്ത് മദ് ലീന് വരുന്നുണ്ട് അല്ലേ? അവസാനത്തെ അക്ഷരം സുക്കൂന് തൊട്ട് മുമ്പ് വാവിന് സുക്കൂന, അതിന്റെ മുമ്പ് ഫത്ഹ് വന്നാൽ മൗത്ത് ഒരു അലിഫ് അതിന്റെ കതിർന്ന് കിട്ടുക അല്ലേ? ഇൻഷാ അല്ലാഹ്. وإنما توفون أجوركم يوم القيامة. ശബ്ദമുള്ള നൂന് മണിക്കുക. فمن زحزح عن النار وأدخل الجنة فقد فاز. നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുഖം കൊടുക്കണം. തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ടെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് ഒരു പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. ഫാസ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. ദാലിന്റെ മുകളിൽ പുള്ളിയിട്ട മേലെ പല്ലിന്റെയും താഴെ പല്ലിന്റെയും ഇടയിലായിട്ട് നാവിന്റെ തലഭാഗം മാത്രം വരുന്ന രൂപത്തിൽ ചെറിയ നിലയ്ക്ക് ഒരു പോയിന്റ് പുറത്തേക്ക് ഇടുക. അതൊന്ന് ക്ലിയർ ആവാത്തവരൊന്ന് ഒന്ന് പറഞ്ഞ് ശീലിക്കുന്ന ആ ഒന്ന് പുറത്തേക്കിട് കൂടുതലുണ്ട ഒരു നേരിയ നിലക്ക് മേലെ പല്ലിന്റെയും താഴെ പല്ലിന്റെയും ഇടയിലായിട്ട് ഒരു നേരിയ നിലക്ക് പുറത്ത് വരുന്ന രൂപത്തിൽ എന്ന് പറയാം. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا. وما എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? വമൽ വമാൽ എന്ന് വായിക്കരുത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ وما الحياة الدنيا إلا متاع الغرور.
വമൽ ഹയാത്തു ദുനിയ, വമൽ ഹയാത്ത എന്നല്ല, ചിലപ്പോൾ അങ്ങനെ ആകും, അതൊന്ന് ശ്രദ്ധിക്കാൻ. വമൽ ഹയാത്തു ദുനിയ, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. 186 لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. നമ്മുടെ ക്ലാസ് ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഒന്ന് ഓതി, ഇനി ഒന്നുകൂടി ഓതും, അവസാനമായിട്ട് ഒന്നുകൂടി ഓതും. ഇങ്ങനെ കൂടുതൽ പ്രാവശ്യം ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പ്രത്യേകം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ശരിയാക്കുക ഇൻഷാ അല്ലാഹ്. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പുള്ള ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നമ്മുടെ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നിർബന്ധമായിട്ടും കേൾക്കുക. 187 وَإِذْ أَخَذَ اللَّهُ مِيثَاقَ الَّذِينَ أُوتُوا الْكِتَابَ لَتُبَيِّنُنَّهُ لِلنَّاسِ وَلَا تَكْتُمُونَهُ അങ്ങനെ ഒന്ന് ശീലാക്കുക. വീണ്ടും ആവർത്തിക്കുക, ട്രൈ ചെയ്യുക. ലതുബയ്യിനുന്ന, ഇല്ലെങ്കിൽ അത് ഫത്ഹ് കസ്റക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു. ചില പദങ്ങൾ നമുക്ക് കിട്ടൂല എന്നൊരു തോന്നലുണ്ട്. നമുക്ക് ശീലാവാത്തോണ്ട് അതിങ്ങനെ ഓരോ അക്ഷരങ്ങൾ ആ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക. അങ്ങനെ തന്നെ ശരിയാകല്ലേ. ഇപ്പൊ ക്ലാസ് ഇങ്ങനെ ചിലപ്പം ക്ലാസ് തിരിയുന്നുണ്ടാവും, ഓതാൻ ചിലപ്പോൾ തിരിയില്ല. അത് ഇതിന്റെ കുഴപ്പമാണ്. നമ്മൾ ട്രൈ ചെയ്യാത്ത കുഴപ്പമാണ്. ചില ആളുകൾ നല്ലോണം ട്രൈ ചെയ്യും, ചില ആളുകൾ തീരെ ട്രൈ ചെയ്യൂല. അപ്പൊ അത് ക്ലാസ് കേട്ടാൽ മനസ്സിലാവും, നമുക്ക് ഒക്കെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ള തോന്നല് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എല്ലാരെ പറ്റിയില്ല പറഞ്ഞത്, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ولا تكتمونه فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون
وإذ أخذ الله ميثاق الذين أوتوا الكتاب لتبيننه للناس ولا تكتمونه فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون لا تحسبن الذين يفرحون بما أتوا ويحبون മണിക്കൊന്നും ചെയ്യണ്ട, അങ്ങനെ നിർത്തുന്നു വേണ്ട. എന്ന് പറയണ്ട. أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة. അവിടെ മീമിന്റെ ശേഷം ബ ഒന്ന് ഇഖ്ഫാ ചെയ്യണം. فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم. عذاب تنوين اسم همزة ونو إضارة شنم عذاب أليم. لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم. 189 ولله ملك السماوات والأرض والله على كل شيء قدير. നമുക്കറിയാം ഖദീർ എന്നല്ല ഖദീർ തർക്കീക്ക് ചെയ്യണം. റായിന് സുക്കൂന് മുമ്പ് നീട്ടാനുള്ള യാ അതിന് മുമ്പ് കസിർ വന്നാൽ ഖദീർ ബസ്ീർ. ബസ്ീർ അല്ലേ? അവിടെയൊക്കെ ചിലപ്പോൾ തെൻവീൻ ഫത്ത് വരും. തെൻവീൻ ഫത്ത് വരുന്ന സ്ഥലത്ത് ബസ്ീറ എന്നാണ് പറയേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബസ്ീർ, ഖദീർ, നദീർ, നദീറ. തെൻവീൻ ഫത്ത് ആണെങ്കിൽ നദീറ. വഖഫ് ചെയ്യുന്ന സ്ഥലം നോക്കണം. അവസാനം ഏത് പിന്നെ എല്ലാ അക്ഷരത്തിനും അവസാനം സുക്കൂനാണ് ചെയ്യേണ്ടത്. നീട്ടാനുള്ളതും തെൻവീൻ ഫത്തും ഹാത്താവും ഒന്ന് ശ്രദ്ധിക്കാം. ഹാത്താവിന് സുക്കൂനാ കൊടുക്കേണ്ടത്. വഖഫ് ചെയ്യുമ്പോൾ ഹാത്താവ് മാറിയിട്ടുണ്ടാവും. ഹാത്താവിന് തെൻവീന് ഉണ്ടെങ്കിൽ ആ തെൻവീനും മാറിയിട്ടുണ്ടാവും. പിന്നെ അവിടെ ഹാ ആയിട്ട് മാറും, സുക്കൂനുള്ള ഹാ ആയിട്ട് മാറും. ولله ملك السماوات والأرض والله على كل شيء قدير. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. والنهار شد النون لا أمزة لامين ഇടയിലാ വന്നിട്ട് لآيات ഊലി എന്ന് വായിക്കരുത്. വാവിന്റെ മുകളിൽ ഒരു 0 മാർക്ക് ഉണ്ട്, അത് ഉച്ചരിക്കൂല എന്നതിന്റെ ചിഹ്നമാണ്. ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم. الذين തുടക്കത്തിൽ വസിലിന്റെ ഹംസയുണ്ട്. അലിഫും ലാമും വന്നാൽ ആ എന്നാണ് വായിക്കേണ്ടത്. ഏത് സ്ഥലത്തും അലിഫും ലാമും ഉണ്ടെങ്കിൽ ആ എന്നാണ് വായിക്കേണ്ടത്. വസിലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ ഒരു ചെറിയ ഒരു സ്വാദിന് പോലത്തെ ചിഹ്നമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون. മീമിന്റെ നിയമങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം. മീമ് സുക്കൂണുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുന്നു. മീമിന്റെ ശേഷം ബ വന്നാൽ മീമിനെ മറച്ച് മണിക്കുന്നു. മീമിന്റെ ശേഷം ബാക്കി ഏത് വന്നാലും മീമ് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. വഅലാ ജുനൂബിഹിം എന്ന് സുക്കൂൺ കൊടുത്തിട്ട് വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം വയതഫക്കറൂൻ وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار.
ബാത്തില അവിടെ നിർത്തി ഹാദാ ബാത്തില തൻവീൻ ഫത്ഹാണ് തൻവീൻ ഫത്ത് നിർത്തുമ്പോൾ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ അവിടെ നിർത്തുന്നില്ല എങ്കിൽ പിന്നെ അവിടെ തൻവീൻ ഫത്ത് ഉണ്ടാവില്ല തൻവീന് ശേഷം സീന വന്ന് അപ്പോൾ ഇഖ്ഫാ ചെയ്യണം ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار ربنا منفصلا ربنا إنك من تدخل النار فقد أخزيته من تدين لا تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار من വ്യക്തമാക്കണം ശേഷമുള്ള ഹംസയായതുകൊണ്ട് അൻസ്വാർ അവിടെ ഇഖ്ഫാ ചെയ്യണം നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം സ്വാദാണ് ربنا إننا سمعنا مناديا ينادي للإيمان ربنا അവിടെ നീട്ടണം അതിന് ശേഷമുള്ളത് നീട്ടാൻ പാടില്ല ചെറിയ നീട്ടല് ربنا إننا سمعنا إننا മതി കൂടുതൽ നീട്ടരുത് ربنا إننا سمعنا مناديا ينادي تنوين شم يا ونو إدغام بغنيان مناديا ينادي للإيمان أن آمنوا بربكم فآمنا മണിക്കല് നീട്ടൽ ചെറിയ നിലക്ക് മണിക്ക فآمنا ربنا فاغفر لنا ശ്രദ്ധിക്കുക വസ്ലിന്റെ ഹംസയാണ് നടുവിലുള്ളത് അത് ഒഴിവായി വസ്ലിന്റെ ഹംസ ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല ഫഗ്ഫിർ ലനാ റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ വകഫിർ എന്ന് പറയരുത് വകഫിർ അന്നാ സയ്യിആതിനാ وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك رسل ربنا وآتنا ما وعدتنا 193 ആയത്ത് നമ്മൾ രണ്ടോ ഓതിയോ ഓർമ്മയില്ല ഒന്നുകൂടി ഓതി വെക്കാം ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار അഥവാ വിട്ടുപോയാൽ ഒന്ന് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ് അപ്പോൾ 3 പ്രാവശ്യം ആവുകയുള്ളൂ ഏതെങ്കിലും ഭാഗം വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയാൽ മതി ربنا وآتنا ما وعدتنا دالنا تائلك إدغام ചെയ്തു وعدتنا ما وعدتنا على رسولك رسو رائنا ضم سين ضم ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد
ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. 195. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى. അടക്കം നമ്മൾ നൂനിൻ്റെ നിയമങ്ങൾ, തൻവീൻ്റെ നിയമങ്ങൾ, മീമിൻ്റെ നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ വരണം. അതിന് പുറമെ അക്ഷരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബഅ്ദുകും മിൻ ബഅ്ദ്, ബഅ്ദുകും മീമിന്റെ ശേഷം മീം വന്നു, സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നു. ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ബഅ്ദുകും മിൻ, ബഅ്ദുകും ഒറ്റ മീമായിട്ട് ചെയ്തു. മിൻ ബഅ്ദ്, അവിടെ നൂനിന്റെ ശേഷം ബാ വന്നു, ഇഖ്ലാബാണ്. നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. അതിന്റെ ചിഹ്നമാണ് മീമിന്റെ ഒരു ചെറിയ ചിഹ്നം കണ്ടില്ലേ. فالذين هاجروا وأخرجوا من ديارهم وأخرجوا من ديارهم وأوذوا في سبيلي وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. 196. لا يغرنك تقلب الذين كفروا في البلاد. لا يغرنك تقلب الذين രണ്ടും ഒന്നാണ്, ശ്രദ്ധിക്കുക. തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ്. ദാലിന് സുക്കൂന് മുമ്പ് നീട്ടാൻ വന്നു, മറ്റേ ആരിലാണ്, പുതിയൊരു മത്ത് ഉണ്ടാവുകയാണ് അല്ലേ. 197. മതാഉൻ ഖലീലുൻ സുമ്മ മഅവാഹും ജഹന്നം. ചുണ്ടു കൂട്ടിയതിനു ശേഷം ജഹന്നം. മീമിന്റെ ശേഷം ജീം അല്ലേ. അക്ഷരങ്ങൾ 26 അക്ഷരങ്ങളാണ്. മീമിന്റെ നിയമമാണ്. മീമും ബാവുമല്ലാത്ത ബാക്കി ഏത് വന്നാലും ഒക്കെ ഇൽഹാൻ അക്ഷരമായതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ആ മീമ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില പദങ്ങൾ, അങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ഓതി പരിചയമുള്ളത്, അപ്പൊ ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മീമൊക്കെ ഒഴിവാകും. സുമ്മ മഅവാഹു ജഹന്നം എന്ന് പറയും. മഅവാഹു ജഹന്നം. അപ്പോൾ അവിടെ മീമു പോയി. സുമ്മ മഅവാഹു ജഹന്നം വബിഅ്സൽ മിഹാദ്. മതാഉൻ ഖലീലുൻ സുമ്മ മഅവാഹും ജഹന്നം. മതാഉൻ ഖലീലുൻ സുമ്മ മഅവാഹും ജഹന്നം വബിഅ്സൽ മിഹാദ്.
198 ലാകിനില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله نزلا من عند الله وما عند الله خير للأبرار خير لي അവിടെ മണിക്കൊന്നും ചെയ്യരുത് خير للأبرار لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ആൽ ഇംറാൻ സൂറത്തിന്റെ 200 ആയത്തുകളും അവസാനിക്കുകയാണ്. നമ്മൾ കൂടുതൽ പ്രാവശ്യം ഓതിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നമുക്കൊന്ന് ഓതി നോക്കാം. നൂറ്റി 85-ാമത്തെ ആയത്ത്. ആയത്തിന്റെ എണ്ണം നോക്കല് ആയത്ത് ഓതി കഴിഞ്ഞതിന് ശേഷമാണ് നോക്കേണ്ടത്. കുല്ലു നഫ്സിൻ ദാഇഖ ഇങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ കഴിഞ്ഞല്ലോ. മതാഉൽ ഗുറൂർ അവിടെയാണ് എന്ത് ആയത്ത് അവസാനിക്കുന്നത്. ആ ആയത്തിന്റെ എണ്ണം 185-ാമത്തെ ആയത്താണ്. പലരും 184-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എണ്ണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഇനി നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി വെച്ചിട്ട് ചിലപ്പോ നമ്മളെടുത്തൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة
فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور وإذ أخذ الله ميثاق الذين أوتوا الكتاب لتبيننه للناس ولا تكتمونه فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم ولله ملك السماوات والأرض والله على كل شيء قدير إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد لكن الذين اتقوا
لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين لله وما أنزل إليكم وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون صدق الله العلي العظيم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ഓരോ ഹർഫിന് ധാരാളം ഹസനാത്തുകൾ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിനക്ക് മിസ്ല സവാബിനെ നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടവരുടെ ഹലറാത്തിലേക്ക് എത്തിച്ച് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ദറജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു ഉമ്മ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്തുള്ള സബീദ എന്ന് പറയുന്ന ഒരു ഉമ്മയാണ്. ആ സഹോദരിയുടെ മകൻ മരണപ്പെട്ടിട്ട് ഇന്നത്തെ ആണ്ടിന്റെ ദിവസമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയ ഒരു 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ മകന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട സഹോദരന്റെ പൊന്നുമോൻക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മാക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ടതുപോലെ തർബിയത്ത് ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല ആ ഉമ്മാക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയും നമ്മയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നമ്മാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭക്ഷണം നിന്നവരോ സഹായിച്ചവരോ സഹകരിച്ചവരോ റഹ്മാനെ റബ്ബെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ജന്നാത്തിൽ ഫിർദൗസ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ. റബ്ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ.